ടോട്ടൽ 50,000 രൂപ സെപ്റ്റംബർ ഒക്ടോബറിൽ 25,000 വെച്ച് 2 മാസങ്ങളിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് വേണ്ടി യൂട്യൂബ് ബോണസ് നൽകുമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ്. ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് വന്ന് പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് ഫേക്ക് ആണോ, ഇതിലൊന്ന് പൈസ കിട്ടുമോ, ഇതിനു വേണ്ടി വർക്ക് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു പ്രോഗ്രാമിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ സൈൻ അപ്പ് ചെയ്യണം. കാരണം ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല രീതിയിലുള്ള ഒരു നല്ല എമൗണ്ട് നമുക്ക് ബോണസ് പ്രോഗ്രാമിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു ബോണസ് പ്രോഗ്രാമിനും ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇത്ര പെർസെന്റേജ് നമ്മൾ വാച്ച് ടൈം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് വ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെയാണ്. അപ്പം സെപ്റ്റംബറിൽ 25 ഡേയ്സ് ആണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി യൂട്യൂബ് എടുക്കുന്നത്. അതായത് 1 മുതൽ 25 വരെ സെപ്റ്റംബറിലും, അതേപോലെ ഒക്ടോബറിൽ 1 മുതൽ 25 വരെ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം യൂട്യൂബ് റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ടൈം പീരീഡിലാണ് നമുക്ക് യൂട്യൂബ് പറയുന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് മെയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ YT സ്റ്റുഡിയോ ആപ്പിനകത്ത് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇൻവൈറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അതല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ഇൻവൈറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ ലിങ്കിലൂടെ കയറിയിട്ട് നിങ്ങൾ ഇതിന്റെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് സൈനപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എലിജിബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ഇൻവൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ ജോയിൻ ചെയ്യുക വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇതിന്റെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഗൂഗിൾ ഫോം കിട്ടും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ സൈനപ്പ് ആവും. സൈനപ്പ് ആകുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഇതിൽ എലിജിബിൾ ആകത്തില്ല. ഇനി എലിജിബിൾ ആകേണ്ടതിനുള്ള ചില ക്രൈറ്റീരിയകളുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെപ്റ്റംബർ 10 മുമ്പ് നിങ്ങൾ ഈ ഒരു ഫോം സൈനപ്പ് ചെയ്തിരിക്കണം. അല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൽ ഇൻവൈറ്റ് വന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സെപ്റ്റംബർ 10 മുമ്പ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കണം. പലരുടെയും ഒരു സംശയം, ഇത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അതോ ഷോർട്ട് വീഡിയോസിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കും ഈ ഒരു ബോണസ് പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഏത് ഫോർമാറ്റിലുള്ള വീഡിയോ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് വരണം എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ് വീഡിയോ ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിൽ വാച്ച് അവർ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി ഷോർട്ട് വീഡിയോ ആണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിൽ മാക്സിമം വ്യൂസ് ആണ് കൊണ്ടുവരേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത് പറയാം. ആദ്യം നമുക്ക് ലോങ് വീഡിയോയുടെ നോക്കാം. ലോങ് വീഡിയോസിൽ വാച്ച് അവർ ആണ് യൂട്യൂബിന് വേണ്ടത്. അപ്പം സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 25 വരെയുള്ള ടൈം ഡ്യൂറേഷനിലെ വീഡിയോയുടെ പെർഫോമൻസ് ആയിരിക്കും യൂട്യൂബ് നോക്കുന്നത്. അപ്പം ഈ ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എത്ര വാച്ച് അവർ കൊണ്ടുവരുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ബോണസ് ലഭിക്കുക. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ടോട്ടൽ 1000 മണിക്കൂറിന്റെ വാച്ച് അവർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. സെപ്റ്റംബറിൽ ഈ ഒരു ബോണസിന്റെ ആ ഒരു പ്രോഗ്രാം ടൈമിൽ എനിക്ക് ഓഗസ്റ്റിൽ കിട്ടിയതിനേക്കാളും 5% എങ്കിലും വാച്ച് അവർ കൂടുതൽ കിട്ടണം, എന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ എലിജിബിൾ ആകത്തുള്ളൂ. അതായത് വെറും 5% കൂടുതൽ കിട്ടിയാൽ തന്നെ ഞാൻ ഇതിൽ എലിജിബിൾ ആയി എനിക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓഗസ്റ്റ് 1 തൊട്ട് ഓഗസ്റ്റ് 25 വരെ എനിക്ക് 1000 മണിക്കൂറിന്റെ വാച്ച് അവർ കിട്ടി. അത് സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ അതിന്റെ 5% കൂടിയാൽ മതി. ഒരു 50 അവേഴ്സ് അല്ലെങ്കിൽ ഒരു 60 അവേഴ്സ് കൂടെ എനിക്ക് കൂടുതൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇതിൽ എലിജിബിൾ ആയി. പിന്നെ അതിന്റെ മുകളിലോട്ട് നിങ്ങൾ എത്ര മണിക്കൂറിന്റെ വാച്ച് അവർ ഗെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ബോണസ് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അതായത് 25,000 രൂപ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല, അപ് ടു 25,000 എന്നാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പെർഫോമൻസ് വീഡിയോയുടെ എത്രയും കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ ബോണസ് എമൗണ്ട് കൂടും. ഇത് ലോങ് വീഡിയോയുടെ റൂളാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ യൂട്യൂബ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ വാച്ച് അവർ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ വ്യൂ കൂട്ടാനായിട്ട് പല മാർഗ്ഗങ്ങൾ ഇന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫേക്ക് വ്യൂ ഉണ്ടാക്കാം, ബോട്ട് വ്യൂ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ രീതിയിലൊന്നും വ്യൂ കയറ്റാനായിട്ട് പോകരുത്. അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇത് എലിജിബിൾ ആയിരിക്കില്ല. പബ്ലിക് വാച്ച് അവർ ആണ് ഈ ഒരു ബോണസ് പ്രോഗ്രാമിന് വേണ്ടത്. അപ്പോൾ ജെനുവിൻ ആയിട്ട് കിട്ടുന്ന വ്യൂ ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫേക്ക് വ്യൂ ഉണ്ടാക്കിയിട്ട് 25,000 രൂപ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനലിന് തന്നെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് വീഡിയോയുടെ ടൈം എങ്ങനെയാണെന്ന് നോക്കാം. ഷോർട്ട് വീഡിയോയിലും സെയിം തന്നെയാണ്. ആദ്യത്തെ 1 തൊട്ട് 25 വരെയുള്ള ആ ഒരു വ്യൂ ആയിരിക്കും ഷോർട്ട് വീഡിയോയുടെ ഇവർ നോക്കുന്നത്. അപ്പോൾ
ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഓഗസ്റ്റിൽ എനിക്കൊരു 1,00,000 വ്യൂ ഉണ്ടായിരുന്നു ഈ 25 ദിവസത്തിൽ, ആദ്യത്തെ 25 ദിവസത്തിൽ. സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5% കൊണ്ട് എനിക്ക് വ്യൂ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എലിജിബിൾ ആണ്. അതിനുശേഷം ഞാൻ എത്രയും വ്യൂ കൂടുതൽ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് എനിക്ക് ബോണസ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂട്യൂബിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻവൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50,000 രൂപ ഈ ഒക്ടോബർ കഴിയുമ്പോഴത്തേക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബോണസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഒരു 5% പോലും നിങ്ങൾക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സിനെയും ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നതന്നെയായിരിക്കും നല്ലത്. കാരണം അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് പറയുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്താൽ നിങ്ങളുടെ ബെസ്റ്റ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക വരുന്ന 2 മാസങ്ങളിൽ. ഇതിപ്പം ഇവിടെ യൂട്യൂബിന്റെ മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ ഈ 2 മാസവും നിങ്ങൾ ഒരുപാട് വീഡിയോകൾ ഇടണമെന്നൊന്നുമില്ല. ഒറ്റ വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 5% ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എമൗണ്ട് ബോണസ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഇട്ട ഒറ്റ വീഡിയോ തന്നെ കയറി ഇഷ്ടം പോലെ വ്യൂവിലേക്കും അല്ലെങ്കിൽ വാച്ച് അവറിലേക്കും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എമൗണ്ട് കിട്ടും. ഇനിയും നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിലും ഇടാം. ഇനി മൾട്ടിപ്പിൾ വീഡിയോ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ വീഡിയോസിൻ്റെ എല്ലാം കൂടെ വ്യൂ ആയിരിക്കും നോക്കുന്നത്. ഒരു വീഡിയോയുടെ മാത്രമല്ല, മൾട്ടിപ്പിൾ നിങ്ങളൊരു 30 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 30 വീഡിയോയുടെ വ്യൂവും 30 വീഡിയോയുടെ വാച്ച് അവറും ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായി? അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ പെർഫോമൻസ് ആണ്, ചാനലിന്റെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. ഇനി ഈ ഒരു ബോണസ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുക എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ പറയാം. അതായത് നമുക്ക് ഈ വരുന്ന 2 മാസങ്ങളിൽ 25-ാം തീയതി വരെയാണല്ലോ ഈ ഒരു ബോണസ് പ്രോഗ്രാം ഉള്ളത്. 25-ാം തീയതിക്ക് ശേഷമായിരിക്കും നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക, നമുക്ക് എത്ര ബോണസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം 25-ാം തീയതിക്ക് ശേഷം അതത് മാസങ്ങളിൽ ലഭിക്കും. അതിനുശേഷം അടുത്ത മാസത്തെ യൂട്യൂബ് ഏണിങ്സിന്റെ കൂടെ ഈ ഒരു ബോണസ് എമൗണ്ട് കൂടെ കൂട്ടിയായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പം എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊള്ളുക. കാരണം യൂട്യൂബ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിന്ന് ഒരുപാട് ക്രിയേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത്. അല്ല, കാരണം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബിന് തന്നെ അറിയാം, യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആളുകൾ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം വരും. കാരണം പലർക്കും വ്യൂ കുറവാണ്, ഏണിങ്സ് കുറവാണ്. ഇങ്ങനെയൊക്കെ ആയിട്ട് മടുത്തിട്ട് യൂട്യൂബ് വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഇപ്പം മലയാളത്തിൽ തന്നെയാണ് ഒരുപാട് ചാനലുകൾ മെയിൻ സ്ട്രീമിൽ ഉണ്ടായിരുന്ന മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ചാനലുകൾ പോലും 1,00,000 1,50,000 വ്യൂവായിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇത് വേണ്ട, ഇത് മടുത്തു എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ക്രിയേറ്ററിന് ഉണ്ടാകുന്ന നഷ്ടത്തെക്കാൾ കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് യൂട്യൂബിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് അങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളായിട്ട് മുമ്പോട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇൻവൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയും ഇതിൽ വർക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.